ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പല സിനിമാ താരങ്ങളുടെ പേരും നമ്മൾ കേട്ടിരുന്നു. അതിൽ ഇന്ന് നടൻ ജയറാം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുൻപാകെ ഹാജരായേക്കും എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. ഇന്ന് ഹാജരാകണമെന്ന് കാണിച്ച് നേരത്തെ ജയറാമിന് നോട്ടീസ് ED നൽകിയിരുന്നു. സ്വർണ്ണക്കൊള്ള കേസിലെ പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധം, സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിട്ടുണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ജയറാമിൽ നിന്ന് ചോദിച്ചറിയും. ശ്യാം പ്രസാദ് ഉത്തമൻ വിവരങ്ങളുമായി നമുക്കൊപ്പം കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. ശ്യാം, ഗുഡ് മോർണിംഗ്. ഇതുവരെ പേരുകൾ കേട്ടിരുന്നു, ദൃശ്യങ്ങൾ വന്നിരുന്നു. ആദ്യം പറഞ്ഞതിൽ നിന്ന് പിന്നീട് പറഞ്ഞതിൽ നല്ല വലിയ വൈരുദ്ധ്യമുണ്ടായിരുന്നു. ചോദ്യം ചെയ്യാൻ വിളിക്കുമ്പോൾ കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ടോ, അതാണല്ലോ ED അന്വേഷിക്കുന്നത്. സാമ്പത്തിക സ്രോതസ് പരിശോധിക്കുമോ? എന്തൊക്കെ വിവരങ്ങൾ ശേഖരിക്കും ജയറാമിൽ നിന്ന്? ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നാലെ ഇതിൽ കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ടോ എന്ന കാര്യം തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധിക്കുന്നത്. അതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് ജയറാമിന് അടുത്ത ബന്ധമാണുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ ജയറാം ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൻ്റെ ലിസ്റ്റിൽ ഉൾപ്പെട്ടതും. പ്രധാനമായിട്ടും ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് 12ഓളം പേർക്കാണ് സമൻസ് നൽകിയിരിക്കുന്നത്. അതിൽ പലരെയും ചോദ്യം ചെയ്ത് വിട്ടയക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഇന്നലെ ജയശ്രീ എത്തിയിരുന്നു. ജയശ്രീയും ഏറെ നേരം ചോദ്യം ചെയ്ത ശേഷം തന്നെയാണ് വിട്ടയച്ചത്. ഇതിൽ ജയറാമിനെ ചോദ്യം ചെയ്യാനുള്ള പ്രധാന കാരണം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള ബന്ധം, ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് ഏതെങ്കിലും തരത്തിൽ സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ടോ, ഈ സൗഹൃദത്തിൽ ഏതെങ്കിലും തരത്തിൽ കള്ളപ്പണ ഇടപാടുകളോ അല്ലെങ്കിൽ സാമ്പത്തിക ഇടപാടുകളോ അടക്കം നടന്നിട്ടുണ്ടോ എന്ന കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. അതിന് ബാങ്ക് അക്കൗണ്ടുകളും ബാങ്ക് മറ്റ് രേഖകളും അടക്കം വിശദമായി പരിശോധിക്കേണ്ടി വരും. അതിനുശേഷം മാത്രമായിരിക്കും ഒരുപക്ഷെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ സമൻസ് നൽകി ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുകയും മറ്റുമുള്ളൂ. എന്തായാലും നേരത്തെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് SIT ജയറാമിനെ ചോദ്യം ചെയ്യുകയും സാക്ഷി പട്ടികയിൽ ഉൾപ്പെടുത്തുകയും മറ്റുമൊക്കെ ചെയ്തതാണ്. ആ ഘട്ടത്തിലും താൻ കടുത്ത ഒരു അയ്യപ്പ വിശ്വാസിയാണ്. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ ഈ തൻ്റെ വീട്ടിൽ പൂജയ്ക്ക് അനുമതിയും കാര്യങ്ങളുമൊക്കെ നൽകിയത് എന്നതായിരുന്നു SITക്ക് മുമ്പാകെ ജയറാം പറഞ്ഞ മൊഴി. എന്നാൽ ഇതിൽ ഈ സ്വർണ്ണ പാളിയുമായി ബന്ധപ്പെട്ടോ അല്ല, എന്നാൽ ഇതിലെ കള്ളപ്പണ ഇടപാടുകൾ നടന്നിട്ടുണ്ടോ, ഏതെങ്കിലും തരത്തിൽ ഈ സാമ്പത്തിക ഇടപാടുകൾ ഈ സ്വർണ്ണ കൊള്ളക്കേസുമായി ബന്ധപ്പെട്ട ആളുകളുമായിട്ട് ജയറാമിന് ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യങ്ങളായിരിക്കും പ്രധാനമായിട്ടും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധിക്കുക.